Hello friends, Cryptocurrency Malayalaminte പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 10,000-ലധികം ക്രിപ്റ്റോകളുള്ള ഒരു ക്രിപ്റ്റോവേഴ്സ് സിസ്റ്റത്തിൽ നിന്നും ഒരു 50x 100x റിട്ടേൺ തരുന്ന ചില കോയിൻസ് ഹാൻഡ് പിക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷേ കഴിഞ്ഞ ബുൾറൺ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിട്ടേൺസ് വന്നിട്ടുള്ള കോയിനുകൾക്കെല്ലാം ഒരു certain സെറ്റ് ഓഫ് അട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു 50x റിട്ടേൺസ് തരുന്ന ഒരു കോയിൻ്റെ 5 അട്രിബ്യൂട്ട്സ് അതെന്താണെന്ന് മനസ്സിലാക്കി ഫ്യൂച്ചർ കോയിൻസ് അനലൈസ് ചെയ്താൽ ദർ ഇസ് എ ഫെയർ ചാൻസ് നമുക്കും ഒരു 50x റിട്ടേൺസ് ഉണ്ടാക്കാം. ഇഫ് യു വാണ്ട് ടു നോ 5 key properties of a 100x coin, let's dive deep and try to understand. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് ഒരു 100x പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം 5 പ്രോപ്പർട്ടീസ് ഷുഡ് ബി ഗ്യാരണ്ടീഡ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് ഒരു പുതിയ ഒരു ക്രിപ്റ്റോ നരേറ്റീവിൻ്റെ ഭാഗമാകണം. അതിൽ ക്രിപ്റ്റോ നരേറ്റീവ് എന്താണെന്നും കഴിഞ്ഞ പ്രീവിയസ് ബുൾറൺസിൽ ഓരോ നരേറ്റീവ്സും എന്തൊക്കെ പെരുമാറി, എങ്ങനെയൊക്കെ പെരുമാറി, എത്രത്തോളം റിട്ടേൺസ് തന്നു എന്നുള്ളത് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ എ സ്ട്രോങ് ക്രിപ്റ്റോ നരേറ്റീവ് ഈസ് എ മസ്റ്റ്. രണ്ടാമത് ഉള്ള ഒരു മെയിൻ പ്രോപ്പർട്ടിയാണ് ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ. അതായത് കോയിനുകൾ പല തരത്തിലാണ് അവരുടെ ടോക്കൺസ് റിലീസ് ചെയ്യുന്നത്. ചില കോയിൻസ് വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ തുടക്കത്തിൽ റിലീസ് ചെയ്യുള്ളൂ. സോ ദ സപ്ലൈ ഈസ് വെരി ലെസ്. എന്നിട്ട് ഒരുപാട് ഹൈപ്പും ഉണ്ടാവും. അപ്പോൾ ആ ഹൈപ്പിൻ്റെയും ഇതിൻ്റെയും പുറത്ത് തുടക്കത്തിൽ ഇറ്റ് വിൽ സ്കൈ റോക്കറ്റ് ലൈക്ക് എനിത്തിങ്. പക്ഷേ ഓവർ എ പീരീഡ് അവരുടെ ബാക്കി ടോക്കൺസ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഹൈപ്പ് ഗ്രാജുവലി അടങ്ങും, കാരണം എല്ലാവരും അതിനെക്കുറിച്ച് അവെയറായി. രണ്ടാമത്, സപ്ലൈ കൂടി കൂടി വരും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇറ്റ് വിൽ നെവർ കം ബാക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുന്ന കോയിൻസ് ഓൾമോസ്റ്റ് എല്ലാ ടോക്കൺസും ഇൻ സർക്കുലേഷൻ ആയിരിക്കണം. നമുക്ക് അതൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പോൾ let us take an example of Quant. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ക്വാണ്ടിൻ്റെ മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് 14.6 മില്യൺ ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നതും 14.6 ആണ്. അപ്പോൾ മാക്സിമം സപ്ലൈ ടോട്ടൽ സപ്ലൈയും സെയിം ആണ്. ഇനി സർക്കുലേറ്റിംഗ് സപ്ലൈ 14.54, ഏകദേശം 99% സർക്കുലേഷനിലാണ്. അപ്പോൾ ഇനി പുതിയ കോയിൻസ് ഒന്നും വരാനില്ല. മാക്സിമം സപ്ലൈ, ടോട്ടൽ സപ്ലൈ, സർക്കുലേറ്റിംഗ് സപ്ലൈ ഓൾ സെയിം. അപ്പോൾ ഇനി ഒരു ഹൈപ്പ്, ഈ പ്രൊജക്റ്റിന് ഒരു പുതിയ നരേറ്റീവിൻ്റെ ഭാഗമാണെങ്കിൽ ദർ ഈസ് ഓൺലി വൺ വേ പ്രൈസ് ക്യാൻ ഗോ, ദാറ്റ് ഈസ് അപ്വേർഡ്സ്. അതിനല്ലാതെ ഇറ്റ് കാൻ കം ഡൗൺ. കാരണം ഈ ഒരു പ്രൈസ് എത്തിയിരിക്കുന്നത് എല്ലാ ടോക്കണും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഈവൺ ഒരു ചെറിയ ഡിമാൻഡ് ഉണ്ടെങ്കിലും പ്രൈസ് അപ്വേർഡ്സ് ഓൺലി. 100x നമ്മൾ പറയുമെങ്കിലും 10x ഗ്യാരണ്ടീഡ് അല്ലേ? അതേസമയം നമുക്ക് ഈ അടുത്ത് വന്ന വേറൊരു കോയിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഈ എക്സാമ്പിളിൽ ഞാൻ പറയുന്നത് വേൾഡ് കോയിൻ എന്നാണ്. ഓക്കെ, വേൾഡ് കോയിന് ഇപ്പോൾ ഒരുപാട് ഹൈപ്പ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് സ്കാനിങ് ദ ഐറിസ്. ആൻഡ് നമ്മൾ വേൾഡ് കോയിനെ കുറിച്ചൊരു പുതിയ വീഡിയോ അധികം വൈകാതെ വരുന്നുണ്ട്. എങ്കിലും ആ ഹൈപ്പിൽ പറയുന്നത് നമ്മുടെ ഐറിസ് സ്കാൻ ചെയ്തിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഓൾ ഓവർ ദ വേൾഡ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ളതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വേറൊരു സൈഡ് ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഉണ്ടായ ഹൈപ്പിൽ ആൾക്കാരെല്ലാവരും വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ പ്രൈസ് ഈസ് ഡീസെന്റ് ഇനഫ്. പക്ഷേ സപ്ലൈ ശ്രദ്ധിക്കൂ. ഇവിടെ മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് 10 ബില്യൺ ആണ്. അപ്പോൾ അതിൽ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇതുവരെ എത്ര സപ്ലൈ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് ജസ്റ്റ് 128 മില്യൺ. അതായത് 10 ബില്യൻ്റെ 10% ആണ് 1 ബില്യൺ.
1 billion 10% ആണ് 100 million. അപ്പൊ നെറ്റ് സപ്ലൈയുടെ 1% ആണ് മാർക്കറ്റിൽ ആകെ എത്തിയിട്ടുള്ളൂ. ആൻഡ് ദേ ആർ റിലീസിങ് ഡെയിലി 2 million 3 million വെച്ചിട്ട് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ടു മച്ച് ഓഫ് സപ്ലൈസ് കമ്മിങ് ടു ദ മാർക്കറ്റ്, രണ്ടാമത്തെ സൈഡിൽ ആ ഉണ്ടായ ഹൈപ്പ് അത് ഗ്രാജുവലി ഫെയ്ഡ് ആണ്. അപ്പൊ ഈ കോയിന്റെ പ്രൈസ് മേലേക്ക് പോകാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. കാരണം ഇൻക്രീസിങ് സപ്ലൈ അറ്റ് എ ഹൈ റേറ്റ് ആൻഡ് ഡിക്രീസിങ് ഡിമാൻഡ് ഓർ കൺസിസ്റ്റന്റ് ഡിമാൻഡ്. ഡിമാൻഡ് സ്റ്റഡി ആയിട്ട് നിന്നിട്ട് സപ്ലൈ കൂടിയാലും പ്രൈസ് വിൽ ഗോ ഡൗൺ അല്ലേ? സോ ഇങ്ങനെയുള്ള കോയിൻസ് ഒരു ഹൈ റിട്ടേൺസിന് വേണ്ടി നമ്മൾ നോക്കരുത്. വി ഷുഡ് അവോയ്ഡ് ഇറ്റ്. ബട്ട് ക്വാണ്ട് ഈസ് എ ഗുഡ് എക്സാമ്പിൾ. ക്വാണ്ട് എന്ന് പറയുന്നത് ഒരു ഇന്റർ ബാങ്കിങ് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് എ ഗുഡ് നെറേറ്റീവ്. All supply is out. So that's a definitely win coin. Okay. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ടോട്ടൽ സപ്ലൈ. ചില കോയിൻസിന് ടോട്ടൽ സപ്ലൈ വളരെ വളരെ കുറച്ചായിരിക്കും. ഇപ്പൊ നമുക്ക് ബിറ്റ് കോയിന്റെ സപ്ലൈ ഒരു 21 million എന്നുള്ളത് കൊണ്ട് അതൊരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ്. എനിത്തിങ് ലെസ് ദാൻ ദാറ്റ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ സ്മോളർ സപ്ലൈ ആൻഡ് എനിത്തിങ് ഹയർ ദാൻ ദാറ്റ് ഒരു മീഡിയം. ഇത് പിന്നെ അങ്ങോട്ട് പോകുന്തോറും സപ്ലൈ ഇൻഫൈനൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ വേൾഡ് കോയിന്റെ 10 billion എന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു ടോക്കൺ എടുത്ത് നോക്കുകയാണെങ്കിൽ XRP എന്ന് പറയുന്നൊരു ടോക്കൺ ഉണ്ട്. XRPയുടെ സപ്ലൈ എത്രയാണ് വരുന്നത്? XRPയുടെ സപ്ലൈ 100 billion ആണ് വരുന്നത്. അതേസമയം ഷിബാനുവിന്റെ കാര്യം എടുക്കൂ. ഷിബാനു 100 trillion എന്തോ ആണ് അതിന്റെ ടോട്ടൽ സപ്ലൈ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോയിന് ഒരു 100x റിട്ടേൺസ് തരണമെങ്കിൽ അതിന് മാത്രം ഡിമാൻഡ് അല്ലെങ്കിൽ ഹൈപ്പ് വരണം. സോ ഇറ്റ്സ് മോർ സപ്ലൈ മീൻസ് ലെസർ റിട്ടേൺസ്. സിമ്പിൾ. അത് പല തരത്തിൽ സപ്ലൈ അവർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഡെയിലി സപ്ലൈ വരുന്ന കോയിൻ ആണെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാനേ പാടില്ല. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മൈക്രോ ക്യാപിറ്റലൈസേഷൻ. അതായത് വലിയൊരു കോയിനാണ്, അത് ഓൾറെഡി നല്ലൊരു ഹൈപ്പിൽ എത്തി വലിയൊരു മാർക്കറ്റ് ക്യാപ്പ് എത്തിയിട്ടുള്ളതാണെങ്കിൽ അവിടെ നിന്നൊരു 100x പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം നമ്മൾ ആദ്യമേ അത് കണ്ടുപിടിച്ച് ഇനീഷ്യലി ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ, അതായത് അതൊരു 3 million 4 million ലെറ്റ്സ് ഒരു 5 million ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിലും നിൽക്കുന്നതിലും താഴെ നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എ ഫെയർ ചാൻസ് ഒരു സ്പാർക്ക് കിട്ടിയാൽ ഇറ്റ് വിൽ സ്കൈ റോക്കറ്റ്. പക്ഷെ ഓൾറെഡി ഒരു ബുൾറണ്ണിൽ ഭയങ്കരമായിട്ട് വന്ന് പിന്നെ അങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ ഒരു 100x കിട്ടാനുള്ള സാധ്യത കുറവാണ്. സോ ലുക്ക് ഫോർ ന്യൂ നരേറ്റീവ്സ് ആൻഡ് ന്യൂ ടോക്കൺസ് ഇൻ വിത്ത് ലെസ് സപ്ലൈ. ദാറ്റ് ഇസ് എ വെരി കീ പോയിന്റ്. അഞ്ചാമത്തത് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയും. അതായത് ഏതൊരു പുതിയ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി വരുമ്പോഴും അതിൽ ആദ്യം കയറുന്നവർക്ക് ആ ഒരു ഹൈപ്പ് വേവിന്റെ കൂടെയുള്ള ഒരു ജേർണി കിട്ടുന്നുണ്ട്. സോ ആദ്യത്തെ ടോക്കൺ കയറി കൂടാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ കോപ്പി കാറ്റ്സ് വരും. ഈവൻ 2 or 3 ആണെങ്കിലും സ്റ്റിൽ ഓക്കെ. പക്ഷെ ഒരു 6ാമത്തെയോ 7ാമത്തെയോ ക്ലോൺ ആണെങ്കിൽ നോട്ട് ഗുഡ്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലേ ടു ഏൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ആക്സി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു കോയിൻ വന്നു. 2018 വന്നിട്ട് അതിന് 2021 ബുൾ മാർക്കറ്റിൽ നിയർലി മെറ്റ് 1000x. പക്ഷെ അത് കഴിഞ്ഞ് കുറെ പ്ലേ ടു ഏൺസ് വന്നു. പക്ഷെ അതിനൊന്നും അതിന്റെ ഒരു ഹൈപ്പ് കിട്ടിയില്ല. അതായത് ആക്സി ഇൻഫിനിറ്റിയുടെ അത്ര ഹൈപ്പ് കിട്ടിയിട്ടില്ല. അതുപോലെ വാക്ക് ടു ഏൺ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഇൻ വന്നു. അത് കഴിഞ്ഞ് അതിന്റെ കോപ്പി കാച്ച് ഒക്കെ വന്ന് ഒന്ന് പിക്കപ്പ് ആയി വരുമ്പോഴേക്കും ബുൾ റൺ കഴിഞ്ഞു. then nothing worked too much. സ്റ്റെപ്പിനിൽ ആദ്യം കയറിയവർക്കൊക്കെ നല്ല റിട്ടേൺസ് കിട്ടിയിരുന്നു. ഐ തിങ്ക് 50x ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ഇറങ്ങുന്ന പ്രൊജക്റ്റുകളിൽ കയറുക എന്നുള്ളതും ഇറ്റ്സ് എ കീ ടെക്നിക്. താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ. അപ്പോൾ ഈ 5 ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് വരുന്ന ഒരു കോയിൻ നിങ്ങൾക്ക് ഇപ്പോഴേ നെയിൽ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് കോയിൻ വിൽ പെർഫോം വെരി വെൽ. സ്റ്റിൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഞാൻ ഇതിൽ റെഫർ ചെയ്യുന്ന കോയിൻസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതെല്ലാം ഓരോ എക്സാമ്പിൾസിന് വേണ്ടി പറയുന്നതാണ്.